ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ ചെറിയൊരു പണി നടക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കിച്ചണിലെ എല്ലാ സാധനങ്ങളും മാറ്റി പുറത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. രണ്ട് ജനലും നന്നായിട്ട് മരമൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി കമ്പിട്ട് നോക്കാം. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വർക്ക് ഏരിയയിലും പുറത്തേക്കൊക്കെ മാറ്റി വെച്ചു കേട്ടോ. വേറെ എവിടെ റീവർക്ക് നടക്കുന്നത് പോലും അല്ല കേട്ടോ. കിച്ചണിൽ റീവർക്ക് നടക്കുമ്പോൾ നമ്മൾ ആകെ പെട്ടുപോകും. കാരണം പണിക്കാർക്കുള്ള ഫുഡും കൂടി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ 2-3 ദിവസമായിട്ട് പണിക്കാരുണ്ട് കേട്ടോ. മുകളിൽ ഷീറ്റൊക്കെ മാറ്റുന്നതായിട്ട്. അങ്ങനെ മീൻ കിട്ടിയതാണെങ്കിലും മുള്ളനും ചെറിയ മത്തിയാണ് കേട്ടോ. അയില വാങ്ങിയിട്ട് വരാൻ പറഞ്ഞാൽ പിന്നെ മീൻ കട്ട് ചെയ്യുന്ന പണിയും പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ എന്നും അയില തന്നെയാണെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി കുഞ്ഞമത്തി കണ്ടപ്പോൾ അത് വാങ്ങിയിട്ടോ. നല്ല ചെറിയ കുഞ്ഞമത്തിയിൽ അത്യാവശ്യം നല്ല മത്തി തന്നെയാണ്. പിന്നെ അമ്മ ഇരുന്ന് മീനൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ഞാൻ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി കൊടുത്തു. നിറയെ പൊടിയായത് കാരണം മുഴുവൻ സാധനം എടുത്ത് മാറ്റിട്ടോ. അങ്ങനെ മീൻ കറിയും അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചക്കറിയും കൂടി വെച്ചു കേട്ടോ. ആദ്യം വിചാരിച്ചു പണിക്കാരൊക്കെ എത്തുമ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്തേക്കാന്നേ. പിന്നെ തോന്നി അവരെങ്ങാനും വന്നിട്ടില്ലെങ്കിലോ എന്ന് കരുതി പിന്നെ ഏതായാലും ആര് വന്നതിന് ശേഷം ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ പച്ചക്കറി ഉപ്പേരിയും എല്ലാം കൂടി അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഉണ്ടാക്കിയിട്ടോ. ഞാൻ അടുക്കളയിൽ സാധനമൊക്കെ മാറ്റുന്ന തിരക്കിലായത് കാരണം തന്നെ മീൻ വാങ്ങാൻ പോയപ്പോൾ ഉപ്പേരിക്കുള്ളതും കൂടി വാങ്ങാൻ പറയാൻ മറന്നു കേട്ടോ. പിന്നെ കുറച്ച് ബീൻസും കുറച്ച് കാബേജും ഉണ്ടായിരുന്നു കേട്ടോ. ബീൻസ് ചെറുതാക്കി കട്ട് ചെയ്ത് കാബേജും രണ്ടും കൂടി ഒരു ഉപ്പേരി ആക്കിട്ടോ. പക്ഷേ സംഭവം നല്ല രസമുണ്ടായിരുന്നേ, കാബേജും ബീൻസും കൂടി വെച്ചപ്പം. പിന്നെ ഇതേ ഈ ഇരുമ്പ് ചീഞ്ചട്ടി കഴിഞ്ഞ ദിവസം ഇതിലിങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഈ നോൺ സ്റ്റിക്കിൻ്റെയിലും നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങി നോക്കിയതാണ്. നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ്ങൊക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു. വാങ്ങി പിന്നെ കഞ്ഞിവെള്ളമൊക്കെ വെച്ച് അതൊക്കെ നല്ലവണ്ണം മയക്കി എടുത്തു കേട്ടോ. പിന്നെ ഇതിൽ മീൻ വറക്കുന്നതിൻ്റെ മുന്നേ പപ്പടം കൂടി കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇതിൽ തന്നെ പപ്പടം കൂടി കാച്ചിയെടുക്കുന്നത്. പിന്നെ ഈ ചീഞ്ചട്ടി നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എന്നാലും ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊക്കെ മീനൊക്കെ വറുത്തെടുക്കാം കേട്ടോ. അടിയിലൊന്നും പിടിക്കില്ല. നന്നായിട്ട് മീനൊക്കെ വൃത്തിയിൽ ഇങ്ങനെ പൊളിഞ്ഞു പോരാതെ തന്നെ കിട്ടും കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴുകി തുടച്ച ശേഷം അതിൽ കുറച്ച് മെഴുക്ക് പുരട്ടിയിടണം കേട്ടോ. അല്ലെങ്കിൽ പിറ്റേന്നേക്ക് നിറയെ തുരുമ്പ് വന്നു പോകും. ഒരു ദിവസം ഞാനങ്ങനെ കമത്തി വെച്ചു. പിന്നെ വെള്ളമൊന്ന് വാറിയിട്ട് മെഴുക്ക് പുരട്ടിയിടാലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് പിറ്റേന്നേക്ക് ഒന്നാകെ തുരുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യമേ തുടച്ച് വൃത്തിയാക്കി ഒരു പൂനാരങ്ങയൊക്കെ എടുത്ത് അങ്ങനെ ഉരച്ച് പോക്കി. അങ്ങനെയാണ് കേട്ടോ ആ തുരുമ്പൊക്കെ പോക്കിയത്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി കേട്ടോ. ഫുഡൊക്കെ റെഡി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു കാട്ടുകൂടി ഭക്ഷണമൊക്കെ റെഡിയാക്കിയൊരു ഇതായിരുന്നു കേട്ടോ. കാരണം സാധനങ്ങളൊന്നും എവിടെ ഒതുക്കി വെക്കാതെ ഒക്കെ വലിച്ച് വാരിയിട്ട് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കൂടി ഫുഡൊക്കെ റെഡിയാക്കി. ഒരു 2-3 തവണയായിട്ടാണ് കേട്ടോ ഞാൻ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുത്തത്. ഇനി കാര്യമായിട്ടുള്ള പണി കിടക്കുന്നത് പണിക്കാരൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് പൊടിയൊന്നും അടുക്കളയിലേക്ക് ആയിട്ടില്ല കേട്ടോ. അവർ പുറത്ത് നിന്ന് കുത്തിയെടുത്തത് കാരണം പൊടിയും മണ്ണും ഒക്കെ കൂടുതലും പുറത്തേക്കാണ് കേട്ടോ തട്ടിയിട്ടത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനും പറ്റി. ഉച്ചയ്ക്ക് ചെറുതായിട്ട് മഴയൊന്ന് കുടഞ്ഞു പോയെങ്കിലും ശരി, വലുതായിട്ടൊന്നും മഴ പെയ്തില്ല കേട്ടോ. പിന്നെ അതേ നമ്മുടെ ജനൽ മരമൊക്കെ പറ്റ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരാ കേടായ മരമൊക്കെ അടിച്ച് പൊളിച്ച് അത് കമ്പി മാത്രമായിട്ട് എടുത്തു കേട്ടോ. ഇപ്പോൾ ഇത് ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ പണിക്കാരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ക്ലീനിങ് ആണ് കേട്ടോ. മേലെയൊക്കെ നിറയെ പൊടി മണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാകെ പണി ഷീറ്റിട്ടിട്ട് കച്ചറയൊക്കെ എടുത്തിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഞാനും സഞ്ജും കൂടിയാണ് കേട്ടോ മേലെയൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തത്. അങ്ങനെ ഞങ്ങൾ മേലെ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും കൂടി താഴെ ഒരുപാട് മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുറ്റത്ത് നിറയെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാരി അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.